നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇതുവരെ തീരുമാനമായിട്ടില്ല. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിടുകയാണ്. അതിനിടയിൽ അണികളോട് ഇത്തരത്തിൽ ഫ്ലെക്സ് യുദ്ധവും തെരുവിലിറങ്ങിയുള്ള പോരും വേണ്ട എന്ന് നേതാക്കന്മാർ ആഹ്വാനം ചെയ്തിട്ടും അതിനും പുല്ലുവില. കഴിഞ്ഞ ദിവസം കണ്ണൂർ പഴയങ്ങാടിയിൽ എരിപുരത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിൽ കറുത്ത സ്പ്രേ പെയിന്റ് അടിച്ചിരിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ, സണ്ണി ജോസഫ്, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ചിത്രമടങ്ങുന്ന ഫ്ലെക്സ് ബോർഡിൽ കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിൽ മാത്രമാണ് കറുത്ത പെയിന്റ് അടിച്ചത്. എരിപുരത്ത് കെ.സി. വേണുഗോപാലിന്റെ, വി.ഡി. സതീശന്റെ വെവ്വേറെ ഫ്ലെക്സ് ബോർഡുകൾ നേരത്തെ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് 4 നേതാക്കന്മാരുടെ ചിത്രം ഉൾപ്പെടുത്തി ഫ്ലെക്സ് ബോർഡ് വെച്ചത്. കെ.സി. വേണുഗോപാലിന്റെ വീട് ഉൾപ്പെടുന്ന കല്യാശ്ശേരി മണ്ഡലത്തിലാണ് ഫ്ലെക്സിൽ കറുത്ത പെയിന്റ് അടിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ ഇത്തരത്തിലൊരു കറുത്ത പെയിന്റ് അടിച്ച് മറച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ ഇപ്പോഴും ഒരു അന്ത്യത്തിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ പക്ഷവും കെ. സുധാകരൻ പക്ഷവും സംയുക്തമായി ഗ്രൂപ്പ് യോഗം ചേരാനുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകർ ഈ വിവരം അറിഞ്ഞു. കെ. സുധാകരന്റെ വീടിന് സമീപമെത്തി. ഇതോടെ ആ യോഗം ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ യോഗം അവർക്ക് നടത്താൻ സാധിച്ചില്ല. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എം.എൽ.എമാർക്ക് സ്വീകരണ പരിപാടികൾ പോലും UDF നടത്തുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ആ ഒരു വിജയം വലിയൊരു വിജയമാണ്. 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടിയതാണ്. ഉജ്ജ്വല വിജയമാണ് UDF നേടിയത്. 100-ലധികം സീറ്റുകൾ നേടി കേരളം ഭരിക്കാൻ ജനങ്ങൾ അവസരം കൊടുത്തിട്ടും അത് വേണ്ട രീതിയിലൊന്ന് ആഘോഷിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് UDFന്റെ അവസ്ഥയായിരിക്കുന്നത്. പരിതാപകരമായ അവസ്ഥയാണ് UDFന് ഇപ്പോൾ ഉള്ളത്. അതായത് വിജയം ആഘോഷിക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത അവസ്ഥ. എന്തായാലും LDF MLA-മാർക്കൊക്കെ സ്വീകരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുകടക്കാൻ ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ച മുതിർന്ന നേതാക്കളോട് രാഹുൽ ഗാന്ധി ചോദിച്ചത് പേരല്ല, പകരം കേരളത്തിലെ സാഹചര്യവും അതിൽ നിന്ന് പുറത്തുകടക്കാൻ ഓരോരുത്തരുടെയും നിർദ്ദേശവുമാണ്. കേരളത്തിൽ ഉയർന്ന പ്രതിഷേധവും പ്രകടനങ്ങൾക്ക് പിന്നിലുള്ള വസ്തുതകൾ എന്താണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. അവ മാധ്യമ സൃഷ്ടിയാണോ അതോ മറ്റാരുടെയെങ്കിലും സൃഷ്ടിയാണോ എന്നൊരു ചോദ്യവും രാഹുലിൽ നിന്ന് ചിലരോട് ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, രാഹുലിൽ നിന്ന് ഒരേ ചോദ്യങ്ങളായിരുന്നില്ല എല്ലാവരോടും ഉണ്ടായിരുന്നു. 3 പേരോട് പല പല ചോദ്യങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെയും കുറിച്ച് അഭിപ്രായം തേടിയതുമില്ല. സ്ഥിതി വഷളായ സാഹചര്യമാണ് നിലവിലുള്ളത്. കാര്യങ്ങൾ കൈവിട്ട സാഹചര്യത്തിലാണ് 3 പേരും ഒരേ പിടിയിൽ നിൽക്കുകയാണ്. ആരും അയയുന്നില്ല. ഓരോ നേതാക്കളുടെ പങ്ക് എന്താണെന്ന ചോദ്യം ചിലരോട് അപ്രതീക്ഷിതമായി ഉണ്ടായി. എന്തായാലും കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അസംതൃപ്തനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനം ഇത്രത്തോളം വിജയം നൽകിയിട്ടും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ്, നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് തിരിച്ചു പിടിക്കുക എങ്ങനെയാണ് എന്നതും ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് അക്ഷരാർത്ഥത്തിൽ പത്മവ്യൂഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ 3 പേരും ഒരേ പിടിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുമെന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ഇനി അഥവാ ഹൈക്കമാൻഡ് ഒരു പേര് പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി ഹൈക്കമാൻഡ് മറികടക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഉചിതനായ അല്ലെങ്കിൽ അനുയോജ്യമായ ഒരാളെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്നതിന് തൊട്ട് മുൻപും നേതാക്കളുടെ ഫോണിലേക്ക് കോളുകൾ വരുന്നുണ്ട്. വിളിക്കുന്നവരുടെ തഴയത്തട്ടുള്ള നേതാക്കളൊക്കെ വിളിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം: തീരുമാനമായോ? ആരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി? KPCCയുടെ മുൻ അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും അടക്കം മറുപടി കൊടുത്തു മടുത്തു. അവർക്ക് മറുപടി ഇല്ല പറയാൻ. അത് ഉടനെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിച്ച നേതാക്കന്മാർ ഉടനെ തന്നെ തീരുമാനമുണ്ടാകും, ഉടൻ പ്രഖ്യാപനമുണ്ടാകും, നാളെ ഉണ്ടാകും, മറ്റന്നാൾ ഉണ്ടാകും, ഇന്നുണ്ടാകും. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. അങ്ങനെ അവർക്ക് പോലും, നേതാക്കന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ എന്നാണ് ഈ ഒരു മുഖ്യമന്ത്രി തീരുമാനം ഉണ്ടാവുക എന്നത്. അവരും വലയുകയാണ്. മാത്രമല്ല, താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരോട്, അണികളോടൊക്കെ ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഡൽഹിയിൽ എത്തിയവരോട് രാഹുലിനോട് പറയേണ്ട പേരുകൾ പറഞ്ഞു വിളിക്കുന്നവരുമുണ്ട്. എല്ലാം ശരിയാക്കാം, ഉടൻ പേര് വരുമെന്ന് പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഒരു വിധത്തിൽ അടക്കുകയാണ്. പല പ്രതിസന്ധികളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു പ്രതിസന്ധി ആദ്യമായിട്ടായിരിക്കാം ഹൈക്കമാൻഡിന് മുന്നിൽ എത്തുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി 3 പേർ വടംവലി നടത്തുന്നു. ആരും അയയുന്നില്ല. 3 പേർക്കും ഒരേ ആവശ്യം, മുഖ്യമന്ത്രിയാകണം. ഇനി ഒരാളെ ആക്കിയാൽ ബാക്കി 2 പേരും ചിലപ്പോൾ കോൺഗ്രസിന് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയായി നാളെ ഉയരാവുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ആയിരിക്കുന്നത്. അതേസമയം ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് മലയാളി വാർത്തയോട് വിശദീകരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ.
അഭിഭാഷകൻ രാജേന്ദ്രൻ പന്തളം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കലും ഇതുവരെയും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്, നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. 23-ാം തീയതി വരെ സമയമുണ്ടെന്നും നേതൃത്വം പറയുന്നു. അപ്പോൾ മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ VD സതീശൻ ഇപ്പോൾ ചില കണക്കുകളൊക്കെ സൂചിപ്പിക്കുമ്പോൾ KCക്കാണ് കൂടുതൽ MLA-മാരുടെ ഒരു സപ്പോർട്ടുള്ളത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ അടക്കമുള്ള വ്യക്തികളൊക്കെ KCക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നൊരു ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം VDയെ ഇവർ ഇത്ര എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ VDക്ക് എന്തുകൊണ്ടായിരിക്കും സപ്പോർട്ട് കുറയുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു വിഷയത്തിലൊക്കെ സതീശൻ എടുത്തത് വളരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഒരു കർക്കശമായിട്ടുള്ള നിലപാടായിരുന്നു എടുത്തത്. അപ്പോൾ ആ നിലപാടൊക്കെ VDക്ക് തിരിച്ചടിയായി എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഇതൊരു അടിയും തിരിച്ചടിയും. ആദ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഈ നേതാക്കന്മാർ കിടന്ന് കടിപിടി കൂടുമ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം ഇവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നതെന്നൊരു കാര്യം പുറത്തു വരുന്നു. ആരായാലും ശരി, മുഖ്യമന്ത്രി പദം എനിക്ക് വേണമെന്നും പറഞ്ഞ് നടക്കുന്നു. നോക്കൂ, VM സുധീരനെയും വിളിപ്പിച്ചിട്ടുണ്ട് ഡൽഹിക്ക്. ജന്മത്ത് അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രിയാവണമെന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഏറ്റവും സീനിയറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ നിഴലായിട്ട് അദ്ദേഹം കഴിഞ്ഞില്ലേ? എത്ര അന്തസ്സുണ്ട്! ഇങ്ങനെ എരന്നു വാങ്ങുന്ന മുഖ്യമന്ത്രി പദത്തിന് ആർക്കായാലും അതെന്ത് വിലയാണ് ഉള്ളത്? കടിപിടി കൂട്ടിക്കൊണ്ട് ഇതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ കഷണത്തിന് വേണ്ടി നായ്ക്കൾ കടിപിടി കൂട്ടുന്നത് പോലെയാണ് ഇപ്പോൾ കടിപിടി നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നോസിയേറ്റിംഗ് ആണ്, വമനേച്ഛ ഉളവാക്കുന്നത്. ഇത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും. അധികാരത്തിൻ്റെ ഒരു കസേരയാണോ ജനസേവനമായിരുന്നോ ഇവരുടെ ലക്ഷ്യം എന്നുള്ള സംശയം അത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. ആ സമയം മുതലെടുത്ത് അദ്ദേഹം അധികാര കൊതി മൂത്തിട്ട് തമ്മിൽ മിണ്ടാതെയും അതുപോലെ തന്നെ പിണങ്ങിയും പടലപിണക്കങ്ങൾ ഉണ്ടാക്കിയും ആവശ്യമില്ലാത്ത നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെ ഇവരുടെ ആക്കിയിരിക്കുക. തിളങ്ങുന്ന ജയം ജനങ്ങൾ നൽകിയപ്പോൾ ജനങ്ങളെ കോക്രി കാണിക്കുന്നതിന് തുല്യമാണിത്. ജനങ്ങളോട് കാണിക്കുന്ന ഒരു തരം നന്ദികേട്. ജനങ്ങൾ ഇവരെ സ്വീകരിച്ചു, ജനങ്ങളെ ഇവർ തിരസ്കരിക്കുന്നു എന്നാണ് പച്ച മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. വോട്ട് ചെയ്തവര് പോലെ അബദ്ധമായി പോയി ഇവന്മാർക്ക് കൊടുത്തല്ലോ എന്ന് തലയിൽ പണ്ടാരടങ്ങാൻ ഇവന്മാർക്ക് കൊടുക്കാൻ ഏത് നിമിഷമാണ് എനിക്ക് തോന്നിയത് എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ വരുന്നില്ലേ? ആൻസി ഉൾപ്പെടെ എല്ലാവരിലും വരുന്നില്ലേ? ഇത് നാണം കെട്ട ഇത്ര നാൾ നീണ്ടുപോകുന്ന ഒരു തീരുമാനം. പക്ഷെ ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കൊടുത്തില്ലല്ലേ? കൈവച്ചോണ്ടിരിക്കുകയാണല്ലേ? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നിതു ചിലരെന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയത്. ഇത് ഉദ്ദേശിച്ചാണോ ഈ ഭാവിയിൽ കേരളത്തിൽ ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ KC വേണുഗോപാലും അതുപോലെ തന്നെ KC വേണുഗോപാലും തമ്മിൽ കടിപിടി കൂടുമെന്ന് ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോ. നാണം കേട്ടെ. അതെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു പവറും ഗ്ലാമറും ഒക്കെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ജനസേവനത്തിൻ്റെ വിനീത അക്രീത ദാസന്മാരാണെന്ന് നമുക്ക് തോന്നുകയില്ലേ? അങ്ങനെയല്ല ഇവരുടെ അഭിനയം. ഒരു പദവിക്ക് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി കിടന്ന് കടിപിടി കൂടുക. ഇത് തന്നെയാണ് അടിയന്തരാവസ്ഥ കാലത്ത്, അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം, അതിൻ്റെ കാളരാത്രികൾ കഴിഞ്ഞ ശേഷം ജനതാ പാർട്ടി കാലത്ത് പുറത്തു വന്ന ഖിസ്സ കുർസിക്ക എന്ന സിനിമ. ഖിസ്സ കുർസിക്ക സിനിമ, അതായത് കസേരയ്ക്ക് വേണ്ടിയുള്ള കളി, അതായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. അത് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആൻസിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് MLA-മാരുടെ എണ്ണം VD സതീശന് കുറഞ്ഞു പോയത്? അല്ലേ ചോദ്യം? ഇപ്പോൾ ഷാഫി പറമ്പിൽ MP അടക്കമായാലും ഇപ്പോൾ K സുധാകരന്റെ അടക്കമുള്ള എല്ലാവരും KCക്കാണ്, ഒരു മുൻതൂക്കം KCക്കാണ്. എന്തുകൊണ്ട് VD സതീശനെ ഇങ്ങനെ പുറന്തള്ളുന്നു? അതപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. K സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചത്, K സുധാകരൻ KPCCയുടെ പ്രസിഡന്റായിരിക്കുകയും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുകയും ചെയ്ത ഒരു വേളയിൽ ഒരു മീറ്റിങ്ങിൽ രണ്ടുപേരും കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു. സമയമായി. അതിൻ്റെ സേവാദൾ വോളണ്ടിയർമാരും അതുപോലെ തന്നെ സദസ്സും എല്ലാം വന്നിരിപ്പുണ്ട്. പാർട്ടിയെ ഒരു സെമി കേഡർ പാർട്ടിയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള തീവ്ര യജ്ഞത്തിലായിരുന്നു സുധാകരൻ. ഈ സെമി കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് മീറ്റിംഗ് പറഞ്ഞ സമയത്ത് തുടങ്ങണം, അതതിൻ്റെ ഒരു ഭാഗമാണ്. ഗാന്ധിജിയുടെ സംസ്കാരം അതായിരുന്നു. 10:15 എന്ന് പറഞ്ഞാൽ കൃത്യം 10:15 മീറ്റിംഗ് തുടങ്ങിയിരിക്കും.
ഏറ്റവും മഹാനായ കോൺഗ്രസ്സുകാരനായിരുന്നു മഹാത്മാഗാന്ധി, സംശയമില്ലല്ലോ. അപ്പോൾ ആ മാതൃകയിലേക്ക് സേവാദളിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു മാതൃകയിലേക്കും അതുപോലെ തന്നെ സെമി കേഡർ സമ്പ്രദായത്തിലേക്കും കൊണ്ടുപോകാനുള്ള യജ്ഞത്തിലിരുന്ന KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് പ്രായമുണ്ട്, പ്രായത്തിൻ്റെ സെനിലിറ്റി, അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആർക്കാ ഇല്ലാത്തത്? പ്രായം കൂടുന്തോറും ചില ഓർമ്മ പിശകുകളും നമുക്ക് നാക്കുപിഴകളും ഒക്കെ വരാം. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ശരി, സമ്മതിച്ച്. ഇതില്ലാത്ത ആരാ? കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളില്ലേ? PJ കുര്യനില്ലേ? KV തോമസിനില്ലേ? KV തോമസ് ഇപ്പോൾ അവിടെ ഇല്ല, അത് പോട്ടെ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും കുറച്ച് പേര്. നമ്മളതൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. പാർട്ടിയുടെ ഒരു സംവിധാനത്തിൽ കൂടെ പോകുന്നത്, അല്ല ഒരൊറ്റ ആളുടെ തലയിൽ കൂടെ അല്ല എല്ലാം പോകുന്നത്. KPCC പ്രസിഡൻ്റായാലും പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇയാളെ കാണാറുന്നത് മറ്റേ പരിപാടിയായി പോയല്ലോ എന്ന് പറഞ്ഞു. ഇത് മൈക്ക് പിടിച്ചെടുത്ത് എല്ലാവരും കേട്ടു, മൈക്ക് പിടിച്ചെടുത്തു. പിന്നെ അതുകൂടാതെ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു ഭാഷയും കൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആട്ടെ, അത് നമുക്ക് കേൾക്കണ്ട, പറയുകയും വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. പ്രേക്ഷകരും കൂടെ കേൾക്കുന്നത് അല്ലെങ്കിലും ശരിയല്ലല്ലോ. അത് അൺപാർലമെൻ്ററി ആയിട്ടുള്ള പ്രയോഗമാണ്, അത് വിടുന്നു. അങ്ങനെ പറഞ്ഞു. ഇത് സതീശനെ ചെന്ന് ഭാര വെച്ച് കൊടുക്കാൻ കോൺഗ്രസിലെ ആൾക്കാരുണ്ടല്ലോ, അവർ എന്നൊക്കെ പറഞ്ഞു.